പാലിയത്തിന്റെ കഥ. നാടുവാഴിത്ത കാലത്ത് കേരളത്തിലെ പ്രശസ്ത പ്രഭുകുടുംബമായിരുന്നു പാലിയം. കൊച്ചി രാജാവിന്റെ മന്ത്രി എന്ന നിലയിലാണ് പാലിയത്തച്ഛന്മാർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. കോളനി ഭരണകാലത്തായിരുന്നു പാലിയത്തച്ഛന്മാരുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ഇടം തേടുന്നത്. ഭരണ നൈപുണ്യം കൊണ്ടും യുദ്ധപാഠവും കൊണ്ടും പ്രശസ്തരായ ധാരാളം വലിയച്ഛന്മാർ പാലിയത്തുണ്ടായിരുന്നു. പാലിയത്തച്ഛൻ കൂട്ടുകുടുംബമായിരുന്ന പാലിയത്തെ കാരണവരാണ് പാലിയത്തച്ഛൻ. പാലിയത്തച്ഛൻ എന്നത് സ്ഥാനപ്പേരാണ്. കുടുംബകാരണവരായ സ്ഥാനമേൽക്കുന്ന ആളാണ് വലിയച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റുള്ളവർ അച്ഛന്മാർ. സ്ത്രീകളെ കുഞ്ഞമ്മമാരെന്നും തലമുതിർന്ന അമ്മയെ വലിയമ്മ എന്നുമാണ് വിളിച്ചിരുന്നത്. ആൺകുട്ടികളെ കുട്ടനെന്നും പെൺകുട്ടികളെ പിള്ള എന്നും വിളിച്ചു. കൊച്ചിയിൽ പാതി പാലിയം എന്നൊരു ചൊല്ലുണ്ട്. കൊച്ചി രാജ്യത്തിൽ പാലിയത്തിനുണ്ടായിരുന്ന അധികാരത്തെയും ഭൂസ്വത്തിനെയുമാണ് ഇത് വെളിവാക്കുന്നത്. പാലിയത്തിന് ഇത്ര വൻ ഭൂസ്വത്ത് കൈവന്നതിന് പിന്നിൽ വില്ലാർവട്ടവുമായി ബന്ധപ്പെട്ട ഒരു കഥ പ്രചാരത്തിലുണ്ട്. ചേന്ദമംഗലത്തെ നാടുവാഴി സ്വരൂപമായിരുന്ന വില്ലാർവട്ടം 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി വില്ലാർവട്ടത്ത് അനന്തരവാശികളില്ലാതെ വംശം കുറ്റിയേറ്റു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അത് നിലനിർത്തുന്നതിനായി അന്നത്തെ വില്ലാർവട്ടം രാജാവ് കൊച്ചി രാജാവിന്റെ അനുവാദത്തോടുകൂടി തങ്ങളുടെ മേൽക്കോയ്മാധികാരങ്ങളും സ്വരൂപത്തിന്റെ സ്വത്തുക്കളും പാലിയത്തേക്ക് വിട്ടുകൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട പാലിയത്തച്ഛന്മാർ. പാലിയത്ത് പല കോമിയച്ഛന്മാർ ഉണ്ടായിരുന്നെങ്കിലും 2 വലിയച്ഛന്മാരാണ് പ്രശസ്തർ. അതിൽ ക്രിസ്തുവർഷം 1654 മുതൽ 1684 വരെ പാലിയത്തച്ഛനായിരുന്ന കോമിയച്ഛന് പാലിയത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ലന്തക്കാരുടെ സഹായത്തോടുകൂടി കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഓടിക്കുകയും മൂത്ത താവഴി മന്നനെ കൊച്ചി രാജ്യഭരണം ഏൽപ്പിക്കുകയും ചെയ്തത് ഈ കോമിയച്ഛനാണ്. ഇതിനുശേഷമാണ് കൊച്ചി രാജാവിന്റെ പ്രധാനപ്പെട്ട സജീവനായി പാലിയത്തച്ഛൻ മാറുന്നത്. പാലിയം കൊട്ടാരം പണിയുന്നതും കൊച്ചി രാജാവിൽ നിന്ന് കൂടുതൽ ഭൂസ്വത്തും അധികാരങ്ങളും കിട്ടുന്നതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. സ്വരൂപവാഴ്ച കാലത്ത് പെരുമ്പടപ്പിനൊപ്പം ചേർന്ന പാലിയം പ്രഭുകുടുംബം കോളനി ഭരണകാലത്ത് കൊച്ചിയുടെ ഭാഗധേയം നിർണയിക്കുന്ന ശക്തിയായി വളർന്ന കഥ. കൊച്ചി രാജ്യത്തിന്റെ പ്രധാന കാര്യക്കാർ എന്ന നിലയിലാണ് പാലിയം പ്രഭുകുടുംബത്തിലെ കാരണവർ, അതായത് പാലിയത്തച്ഛൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 17-18 നൂറ്റാണ്ടുകളിൽ പലപ്പോഴും കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവും സൈന്യാധിപ സ്ഥാനവും അലങ്കരിച്ച പാലിയത്തച്ഛന്മാർ താവഴി തർക്കങ്ങളിലും പോർച്ചുഗീസ് ഡച്ച് കുത്തക പിണക്കങ്ങളിലും തന്ത്രപൂർവ്വം ഇടപെട്ട് തങ്ങളുടെ പദവിയും കുടുംബത്തിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. കൊച്ചി രാജ്യം ബ്രിട്ടീഷ് അധീനതയിലായതോടെ പാലിയത്തിന്റെ പദവി ഇടിഞ്ഞു. മരുമക്കത്തായി നിലനിന്നിരുന്ന പാലിയം പ്രഭു കുടുംബത്തിന്റെ വാഴ്ചയും വീഴ്ചയും അടങ്ങുന്ന ഈ ചരിത്രത്തോടൊപ്പം ചരിത്രമുറങ്ങുന്ന പറവൂർ, ചേന്ദമംഗലം, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിം ചരിത്രത്തിന്റെ പുതിയ കഥയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.